വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും നല്ല അടിപൊളിയായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കണോ. ഞാൻ ഭയങ്കര സൂപ്പർ എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ് കേട്ടോ ടു ഷെയർ ദ ബിഗ് ന്യൂസ് വിത്ത് യു ദാറ്റ് കുറേ നാൾക്ക് ശേഷം ഞാൻ അച്ഛനെ കണ്ടു ഗൈസ്. എങ്ങനെ ഞാനിവിടെ UAE എത്തിയിട്ടുണ്ട് ആൻഡ് ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദ ബിഗ് അപ്ഡേറ്റ്. ശരിക്കും ഒരു വ്ളോഗൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനൊരു ഇൻട്രോ എടുക്കാൻ മറന്നുപോയി കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു ഇൻട്രോ എടുക്കാമെന്ന് വിചാരിക്കണം. ഒരു ചെറിയൊരു വ്ളോഗാണ്, പക്ഷേ മോർ ദാൻ എ വ്ളോഗ് അതൊരു ഡോക്യുമെന്റേഷൻ ഓഫ് മെമ്മറീസ് പോലെ. ഞാൻ മുന്നേ ഒമാനിലേക്ക് പോയ സമയത്ത് അച്ഛൻ്റെ അടുത്തേക്ക് പോണ സമയത്ത് ഒരു വ്ളോഗ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് കാണുമ്പോൾ ഐ ഫീൽ സോ ഗുഡ്. കുറേ ഗുഡ് മെമ്മറീസ് അതിനകത്ത് ഡോക്യുമെന്റ് ചെയ്ത പോലെ തോന്നും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഐ ഫെൽ ലൈക്ക് ഐ ഷുഡ് ടേക്ക് എ വ്ളോഗ്. നമ്മുടെ ട്രാവലൊക്കെ അടിപൊളിയായിരുന്നു, സ്മൂത്ത് ആയിരുന്നു. കുറച്ച് ലഗേജ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു, ബട്ട് അപ്പാർട്ട് ഫ്രം ദാറ്റ് എവറിത്തിങ് വെന്റ് വെൽ. 5 കൊല്ലത്തിന് ശേഷം ഇന്ദുചൂടൻ വീണ്ടും തിരിച്ചെത്തി ഗൈസ് എന്നൊക്കെ പറയണ പോലെ ഐ എം റിയലി എക്സൈറ്റഡ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു 5 years ബാക്ക് ഞാനിവിടെ വന്നിട്ടുണ്ടായിരുന്നു ബിഫോർ മാരേജ്. അതൊരു ജോബ് സെർച്ചും കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു. ആൻഡ് എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം ഞാനൊരു ഓഫീസിൽ പോകുന്നതും അതുപോലെ ഫസ്റ്റ് ടൈം ഒരു വർക്ക് കൾച്ചർ എക്സ്പീരിയൻസ് ചെയ്യുന്നതും ഇവിടെ വന്നിട്ടാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ദുബായ് ഹിറ്റ്സ് ഡിഫറെൻറ്റ്. നമ്മളിപ്പോൾ സ്റ്റേ ചെയ്യുന്നത് അജ്മാനിലാണ് കേട്ടോ. ആൻഡ് സംഹൗ എനിക്ക് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള ഒരു മൊമെൻ്റ് ആയിരുന്നു ഞാനിവിടെ എയർപോർട്ടിൽ, ദുബായ് എയർപോർട്ടിൽ വന്നിറങ്ങിയതും. അന്നൊന്നും എനിക്കൊരു യൂട്യൂബ് ചാനലില്ല കേട്ടോ. അന്നൊക്കെ ഞാനൊരു പക്ക ഇൻട്രോവേർട്ടായിരുന്നു എന്ന് പറയാം. എന്നുവെച്ചാൽ ഫാമിലിയിൽ സംസാരിക്കും, റിലേറ്റീവ്സിൻ്റെ അടുത്ത് സംസാരിക്കുക എന്നല്ലാതെ ഒരു ക്യാമറ കണ്ട് സംസാരിക്കുക അല്ലെങ്കിൽ ഒരു വ്ളോഗ് എടുക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇറ്റ് വാസ് മോർ ദാൻ ഐ കുഡ് തിങ്ക് ഓഫ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നു, ലൈക്ക് ഇഫ് ഐ ഹാഡ് എ വീഡിയോ അത് ഭയങ്കര അടിപൊളിയായിരുന്നേ അന്നത്തെ ദിവസം, അന്നത്തെ മൊമെന്റ്. ബിക്കോസ് എൻ്റെ ലൈഫിലെ ഫസ്റ്റ് ടൈം ഞാൻ എൻ്റെ പാരൻസ് ഇല്ലാതെ ഒരു ഇത്രയും ലോങ് ഡിസ്റ്റൻസ് ഞാനിങ്ങനെ ട്രാവൽ ചെയ്യുന്ന ഫസ്റ്റ് ടൈം ആയിരുന്നു. അതുപോലെ തന്നെ ഭയങ്കര ടെൻഷനും ആങ്സൈറ്റിയും അതുപോലെ ഹാപ്പിനെസ്സും എല്ലാം കൂടെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഇമോഷൻ ആയിരുന്നു അന്നുണ്ടായിരുന്നത്. 5 years ബാക്ക് ഓൺ February 21st എൻ്റെ അച്ഛൻ്റെ ബർത്ത്ഡേയുടെ അന്നായിരുന്നു കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈം ട്രാവൽ ചെയ്ത്. പാസ്പോർട്ടിലെ ഫസ്റ്റ് ടൈം നമ്മുടെ പുറത്തെ ഒരു ഇന്റർനാഷണൽ സീലൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അതൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടൈമായിരുന്നു. നമുക്ക് കുറേ മെമ്മറീസ് ഉണ്ടായിരുന്നു. ഐ കുഡിന്റ് ആക്ച്വലി ഡോക്യുമെന്റ് ഇറ്റ്. ഇനി അതൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്തായാലും അന്ന് വ്ളോഗ് ഉണ്ടായില്ല, ഇന്ന് വ്ളോഗ് ഉണ്ട്. അതുകൊണ്ട് ഇനി നാളെ നമ്മൾ റിഗ്രറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി ലെറ്റ്സ് ഡോക്യുമെന്റ് ദിസ് മെമ്മറീസ്. അപ്പം നമുക്ക് ഇന്നത്തെ ഈ വ്ളോഗ് കണ്ടിട്ട് വന്നാലോ. ആൻഡ് ആഫ്റ്റർ ദാറ്റ് കുറേ കാര്യങ്ങൾ ഇനിയും നമുക്ക് ചെയ്തു തീർക്കാനുണ്ട് ഇവിടെ. ലെറ്റ്സ് വെയിറ്റ് ഫോർ ഓൾ ദി ഗുഡ് അപ്ഡേറ്റ്സ്. പിന്നൊന്നുമില്ല, എന്തായാലും വ്ളോഗിലേക്ക് പോകാം. നമ്മൾ എന്തൊക്കെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും കാര്യമില്ല ഗൈസ്. പോകുന്ന സമയമാകുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിലൊരു കിളി പോയ ഫീലായിരിക്കും. പിന്നെ എല്ലാവരും കണ്ട് എല്ലാവരുടെ അടുത്തൊരു ബൈ ഒക്കെ പറയുമ്പോൾ ചെറിയൊരു സന്തോഷം കിട്ടും കേട്ടോ. എന്തോ എല്ലാവരെയും കാണുമ്പോൾ നമ്മുടെ മൈൻഡൊക്കെ കുറേ ഡൈവേർട്ട് ആവുമല്ലോ. അങ്ങനെ പിന്നെ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാട്ടോ ഞാൻ ആലോചിച്ച് അമ്മാമ്മനായിട്ട് ബൈ പറയുന്നൊരു വീഡിയോ ക്ലിപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ അത് കാണാനില്ല. ഇനി റെക്കോർഡായില്ലേ? ഓർമ്മയില്ല. നമ്മൾ ഏകദേശം ഒരു 1:30-2 മണിയോട് കൂടിയിട്ടാണ് കേട്ടോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ഫ്ലൈറ്റ് ഒരു 6:25 അപ്പോൾ നേരത്തെ കൂട്ടി ഇറങ്ങിയതെന്ന് വെച്ചാൽ എങ്ങാനും വഴിയിൽ വല്ല ബ്ലോക്ക് കിട്ടിയോ എന്തെങ്കിലും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, മഴക്കാലമല്ലേ. അതുകൊണ്ട് കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടോ. 2 അമ്മമാരും പിന്നെ സന്തോഷം കൂടിയിട്ടാണ് എന്നെ കൊണ്ടാക്കാൻ വന്നിട്ടുണ്ടായിരുന്നത്. പെട്ടെന്ന് കാറിലിരുന്നൊരു ഉറക്കനീറ്റ് കണ്ണ് തുറന്നതും നമ്മൾ എയർപോർട്ടിൽ എത്തി. എയർപോർട്ട് കണ്ടോടുകൂടി എനിക്കൊരു ആങ്സൈറ്റി വന്നു കേട്ടോ. ഇനി ലഗേജൊക്കെ ഓക്കെ ആയിരിക്കുമോ, വെയിറ്റൊക്കെ ഓക്കെ ആയിരിക്കുമോ എന്നുള്ളത്. നമ്മുടെ ലഗേജ് ഓൾമോസ്റ്റ് ഒരു 32 kg അടുത്തുണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ സിമ്പിളായിട്ട് ഇത് കയറ്റി ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം എനിക്ക് ചെറിയൊരു കൺസേൺ ഉണ്ട്. കാരണം ആകെ മൊത്തം ഒന്ന് സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കേട്ടു. അങ്ങനെ ഒരു ലാസ്റ്റ് മിനിറ്റ് ഗുഡ് ബൈ കൂടെ പറഞ്ഞതിന് ശേഷം നമ്മളിതാ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇറ്റ് വാസ് നോട്ട് ദാറ്റ് ഈസി ആസ് എക്സ്പെക്റ്റഡ്. പക്ഷേ എന്തായാലും നമ്മൾ പോകുന്നതെല്ലാം ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ. അതുകൊണ്ട് സന്തോഷമായിട്ട് ഇറങ്ങി. ഇനി ചെക്ക് ഇൻ ജസ്റ്റ് സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. അവിടെ നിന്നപ്പോൾ ഞാൻ ആലോചിച്ചു കേട്ടോ, എന്തായാലും നേരത്തെ വന്നത് നന്നായി. കാരണം എൻ്റെ ലഗേജ് എനിക്ക് കുറച്ച് പണി തന്നു. 32.5 kg ആണ് കേട്ടോ ഉണ്ടായിരുന്നത്. കറക്റ്റ് 30 kg അല്ലാതെ ഒരു കിലോ പോലും അവർ അലൗ ചെയ്യില്ല എന്നുള്ളത് സ്ട്രിക്റ്റായിട്ട് അവർ പറഞ്ഞോടുകൂടി എനിക്ക് വേറെ ഓപ്ഷൻ ഉണ്ടായില്ല. ഞാൻ കുറച്ച് നേരം അവിടെ ഇരുന്നതിന് ശേഷം പെട്ടി മൊത്തം തുറന്ന് മറ്റേ മാർക്കറ്റിൽ ഡ്രസ്സ് വെക്കാനിരിക്കുന്ന ഒരവസ്ഥയിൽ അതിൽ നിന്ന് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായിട്ടുള്ള കുറേ സാധനങ്ങളെടുത്ത് പുറത്തിട്ടു. ആക്ച്വലി ആവശ്യമില്ലാത്ത ഒന്നും ഉണ്ടായില്ല ഗൈസ്. അതുകൊണ്ട് തന്നെ ഞാൻ വീട്ടുകാരെ തിരിച്ച് വിളിച്ച്
അവർക്ക് കൊടുത്തയച്ചതിന് ശേഷം ലഗേജൊക്കെ കയറ്റി വിട്ടു. പിന്നെ നമ്മൾ ചില്ലായി. ബോർഡിംഗ് ബസ്സൊക്കെ കയ്യിൽ കിട്ടി. ഇമിഗ്രേഷനും പരിപാടികളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഫുഡ് കോർട്ടിലൊക്കെ കുറച്ച് കറങ്ങി നടന്നു. പിന്നെ എയർപോർട്ടെല്ലാം മൊത്തത്തിലൊന്ന് അരിച്ചു പറക്കി. എല്ലാ ഷോപ്പിലും വെറുതെ ഒന്ന് കയറി ഇറങ്ങി. ഒന്നും വാങ്ങാനല്ല കേട്ടോ, കാരണം അത്യാവശ്യത്തിലധികം ലഗേജ് എൻ്റെ കയ്യിൽ എൻ്റെ ബാക്ക് പാക്കിലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇനിയൊരു വെയിറ്റ് അഫോർഡ് ചെയ്യാൻ എനിക്ക് പറ്റില്ലായിരുന്നു. ആൻഡ് ഫൈനലി നമ്മളുടെ ബോർഡിങ് സ്റ്റാർട്ടായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുറേ നേരത്തിൻ്റെ കാത്തിരിപ്പിന് ശേഷം നമ്മളിതാ ക്യൂവിൽ നിൽക്കുന്ന സമയത്താണ് ഞാൻ അവിടെ നമ്മുടെ സീനിയർ ആർട്ടിസ്റ്റില്ലേ തസ്നി, ആളെ കണ്ടത് കേട്ടോ. അപ്പോൾ അടുത്ത് പോയി സംസാരിക്കാനുള്ളൊരു സാഹചര്യം ആയിരുന്നില്ല, കാരണം നമുക്ക് ഓൾറെഡി ടൈം ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ വേഗം പോന്നു. ബട്ട് ഷി വാസ് പ്രിറ്റി ഗുഡ് ടു സീ. ഇനി ഞാനാണെങ്കിൽ ഈ മൊമെൻറ്റിൽ ആക്ച്വലി നല്ല എക്സൈറ്റഡാണ്, ഈ വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിലുള്ള പോലെ തന്നെ. അതുകൊണ്ട് തന്നെ ഇനിയുള്ളതെല്ലാം നമുക്ക് കുറച്ച് വിഷ്വലൈസ് ചെയ്ത് കാണാം. ആൻഡ് ഫൈനലി നമ്മുടെ ലഗേജെല്ലാം കളക്ട് ചെയ്ത് നമ്മളിതാ പുറത്തേക്ക് ഇറങ്ങണം കേട്ടോ. അച്ഛൻ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റി കേട്ടോ. വൈഫൈ കണക്ട് ചെയ്യാൻ ഭയങ്കര സിമ്പിളായിരുന്നു. OTP ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. സിമ്പിളായിട്ട് എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ഒരു ചേട്ടൻ എന്നെ പെട്ടിയൊക്കെ എടുക്കാൻ ഹെൽപ്പ് ചെയ്തു. അത് കാരണം എനിക്ക് ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ആൻഡ് ഓൾ ഡൺ. നമ്മുടെ ട്രാവൽ വ്ളോഗ് ഇവിടെ അവസാനിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി കുറേ വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫ്രണ്ട്സ്.